RSSന് മുമ്പിൽ തോൽക്കുന്നതിനേക്കാൾ ഭേദം മരണമാണെന്ന് പറയുമ്പോൾ RSSന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുന്തമനയായ വക്താവായ മോഡി എങ്ങനെ അദ്ദേഹത്തിന് ആലിംഗനം ചെയ്യാൻ പറ്റും? കേവലം 5 മിനിറ്റ് മാത്രം ഇന്ത്യ ബ്ലോക്കിന്റെ നടപടിക്രമങ്ങൾ പുറത്തുവിട്ട് 95% പുറത്തുവിടാതിരിക്കുന്നത് ഗുണകരമല്ല. രാഹുൽ ഗാന്ധിയുടെയോ കോൺഗ്രസിന്റെയോ ഒരു സർട്ടിഫിക്കറ്റും BJP പ്രതിരോധിക്കുന്ന കാര്യത്തിൽ ഇടതുപക്ഷത്തിനും CPM-നും വേണ്ടതില്ല. ഇന്ത്യ ബ്ലോക്ക് യോഗത്തിൽ ഞാൻ പങ്കെടുത്തിരുന്നു. 3 മണിക്കൂർ ദൈർഘ്യമുള്ളൊരു യോഗമായിരുന്നു. ആ 3 മണിക്കൂർ ദൈർഘ്യമുള്ള ചർച്ച, അതിൻ്റെ 9 മിനിറ്റ് മാത്രമാണ് അവർ പുറത്തുവിട്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ 5% ചർച്ച മാത്രമാണ് പുറത്തുവിട്ടിരിക്കുന്നത്. 95% ചർച്ചകൾ ഇപ്പോഴും പുറത്തുവിട്ടിട്ടില്ല. ആ 95% ചർച്ചകളോട് പ്രതികരിച്ചുകൊണ്ടായിരിക്കണം രാഹുൽ ഗാന്ധി തൻ്റെ അവസാനത്തെ സമാപന പരാമർശങ്ങൾ നടത്തിയത്. പക്ഷേ എന്താണെന്നറിയില്ല, ഈ സമാപന പരാമർശങ്ങളിൽ തന്നെ അന്തർലീനമായിട്ടുള്ള ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ആദ്യം പറയുന്നു, നമുക്കിടയിലുള്ള സംഘർഷം അവസാനിപ്പിക്കണം, നമുക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസത്തിൻ്റെ മനോഭാവം മാറ്റണം, നമ്മൾ യോജിപ്പിലേക്ക് പോകണം എന്ന് അദ്ദേഹം പറയുന്നു. അവസാനം അദ്ദേഹം പറയുന്നു, കേരളത്തിൽ ഇടതുപക്ഷവുമായിട്ടുള്ള പോരാട്ടം തുടരും, എനിക്കങ്ങനെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ ആശ്ലേഷിക്കാൻ പറ്റുമോ, ആലിംഗനം ചെയ്യാൻ പറ്റുമോ? ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞതായിട്ട് വരുന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രതിപാദനത്തിലെ പ്രധാനപ്പെട്ടൊരു പോയിന്റ്, ഭരണകൂടത്തിൻ്റെ യാതൊരു പിൻബലവും ഇല്ലാത്തൊരു പാർട്ടി ഞങ്ങളുടെ പാർട്ടിയാണ്, അതായത് കോൺഗ്രസ് പാർട്ടിയാണ്. അപ്പം ഞങ്ങളുടെ പാർട്ടിയെ വ്യത്യസ്തമായി കാണണമെന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ ആ യോഗത്തിൽ പങ്കെടുത്ത ആളാണ്, ചർച്ചയിൽ പങ്കെടുത്ത ആളാണ്. യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയെ ആരോ കബളിപ്പിച്ച പോലെയാണ് അദ്ദേഹത്തിൻ്റെ ഈ പരാമർശം. ഉദാഹരണം പറഞ്ഞാൽ, പിണറായി വിജയനെ എനിക്ക് ആലിംഗനം ചെയ്യാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹം ആരെയൊക്കെയാണ് ആലിംഗനം ചെയ്തതെന്നുള്ള ഒരു ഓർമ്മ ജനങ്ങളുടെ മനസ്സിലേക്ക് വരും. അതിലേറ്റവും പ്രധാനപ്പെട്ട സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട ആഘോഷിക്കപ്പെട്ട ഒരു ആലിംഗനം, ആശ്ലേഷം എന്ന് പറയുന്നത് ലോകസഭയ്ക്കുള്ളിൽ വെച്ച് നരേന്ദ്രമോദിയെ ആലിംഗനം ചെയ്തതാണ്. അദ്ദേഹം പറയുന്നു, RSSന് മുമ്പിൽ തോൽക്കുന്നതിനേക്കാൾ ഭേദം മരണമാണെന്ന് പറയുമ്പോൾ RSSന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുന്തമനയായ വക്താവായ മോഡി എങ്ങനെ അദ്ദേഹത്തിന് ആലിംഗനം ചെയ്യാൻ പറ്റും? ഈ ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ 9 മിനിറ്റ് ദൈർഘ്യമുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിപാദനം പുറത്തുവിടുമ്പോൾ ആ പ്രതിപാദനത്തിന് നിദാനമായിട്ടുള്ള ചർച്ചകൾ എന്താണെന്ന് കൂടി പുറത്തുവിടണം. അദ്ദേഹം യഥാർത്ഥത്തിൽ പ്രതികരിക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന് പ്രതികരിക്കാൻ ഉതകുന്ന രീതിയിലുള്ള എന്ത് സംഭാഷണങ്ങളാണ് ആ വേദിയിൽ നടന്നത്? ഞാൻ സംസാരിച്ചപ്പോൾ 2-3 പോയിന്റുകൾക്ക് ഊന്നി. അതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഇടതുപക്ഷവും കോൺഗ്രസും തമ്മിൽ കേരളത്തിൽ പോരടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഞങ്ങളെ എന്തും പറയുന്നതിന് ഞങ്ങൾക്ക് യാതൊരു വിഷമവുമില്ല, ഉള്ളതും ഇല്ലാത്തതൊക്കെ വേണമെങ്കിൽ അദ്ദേഹം പറഞ്ഞോട്ടെ, നേതാക്കന്മാർ പറഞ്ഞോട്ടെ. പക്ഷേ ഇന്ത്യ ബ്ലോക്കിൻ്റെ മുഖങ്ങളായി ഞങ്ങൾ കൂടി അംഗീകരിക്കുന്ന മല്ലികാർജ്ജുൻ ഖാർഗെയും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയും അവർ പ്രതിപക്ഷ നേതാക്കൾ കൂടിയാണ്. ഇരുസഭകളിലും അവർ പ്രതിപക്ഷ നേതാക്കളായി ഇരിക്കുന്നത് ഞങ്ങളുടെ കൂടി പിൻബലം കൊണ്ടാണ്. ഇടതുപക്ഷത്തിൻ്റെ 15 MP-മാരുണ്ട്, ഞങ്ങളുടെ പിൻബലമുണ്ട്. അപ്പോൾ അവർ കേരളത്തിൽ വന്നിട്ട് നട്ടാക്കുരുക്കാത്ത നുണ പറയുമ്പോൾ, അസംബന്ധം പറയുമ്പോൾ, അത് സ്വാഭാവികമായിട്ടും ഇന്ത്യ ബ്ലോക്കിൻ്റെ ഐക്യത്തെയും ഒരുമയും പ്രതികൂലമായി ബാധിക്കും. മാത്രമല്ല, അവർ പറയുന്ന കാര്യമെന്ന് പറയുന്നത് ഇന്ത്യ ബ്ലോക്കിൻ്റെ അടിത്തറയെ തന്നെ ശിഥിലമാക്കുന്നതാണ്. CPM-ന് BJP-യുമായി എന്തെങ്കിലും തരത്തിൽ ഒരു സന്ധിയുണ്ട് അല്ലെങ്കിൽ ഒത്തുതീർപ്പുണ്ട് എന്ന് പറഞ്ഞാൽ എന്തിനാണ് നമ്മളെല്ലാവരും കൂടി ഇവിടെ ഇരിക്കുന്നത്? ഈ ഇന്ത്യ ബ്ലോക്കിൻ്റെ ഏകമാനമായിട്ടുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് BJP പ്രതിരോധിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അങ്ങനെ BJP പ്രതിരോധിക്കാനുള്ള ഒരു മുന്നണിയുടെ ഒരു ഘടകകക്ഷിക്ക് അല്ലെങ്കിൽ അതിൽ ഭാഗവാക്കായ ഒരു കക്ഷിക്ക് BJP-യുമായിട്ട് നീക്കുപോക്കുണ്ടെന്ന് ഇതിന് ഏറ്റവും സമ്മതിതരായി 2 നേതാക്കന്മാർ പറഞ്ഞാൽ പിന്നെ ഇന്ത്യ ബ്ലോക്കിന് പ്രസക്തി ഉണ്ടോ എന്നാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, സങ്കുചിതമായ പരിമിതമായിട്ടുള്ള രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി വിശാലമായിട്ടുള്ള ഇന്ത്യ ബ്ലോക്കിൻ്റെ ഉദ്ദേശശുദ്ധിയെ കളഞ്ഞു കുടിക്കാൻ പാടില്ല. പതിറ്റാണ്ടുകളായി ഇന്ത്യ ബ്ലോക്കിനോടൊപ്പം പ്രതിപക്ഷ നിരക്കൊപ്പം നിൽക്കുന്ന
DMK-യെ ആട്ടിപ്പായിക്കാൻ വേണ്ടി എന്താണ് കോൺഗ്രസ് ചെയ്തത്? 2 മന്ത്രിസ്ഥാനത്തിൻ്റെയും ഒരു രാജ്യസഭാ സീറ്റിൻ്റെ പുറകെ പോയ കോൺഗ്രസ് ലാർജർ പിക്ചർ, വിശാലമായ ചിത്രം കാണാതെ സങ്കുചിതമായ രാഷ്ട്രീയം കളിക്കുകയാണ്. ഇത് ഒരു കാരണവശാലും ഇന്ത്യ ബ്ലോക്കിന് ഗുണകരമല്ല. പ്രതിപക്ഷ നിരക്ക് ഒരു തരത്തിലും ഗുണം ചെയ്യുന്ന നടപടിയല്ല. മൂന്നാമത്തെ കാര്യം, രാഹുൽ ഗാന്ധിയുടെയോ കോൺഗ്രസിൻ്റെയോ ഒരു സർട്ടിഫിക്കറ്റും BJP പ്രതിരോധിക്കുന്ന കാര്യത്തിൽ ഇടതുപക്ഷത്തിനും CPM-നും വേണ്ടതില്ല. 2004 63 MP-മാരുമായി വന്ന് ഒരു താലത്തിൽ ഞങ്ങൾ കോൺഗ്രസിന് പിന്തുണ നൽകിയത് BJP-യെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടിയായിരുന്നു. ഒരു ഗ്യാസ് കണക്ഷൻ പോലും ഞങ്ങൾ വാങ്ങിയിട്ടില്ല. അതുകൊണ്ട് RSS-നെ പ്രതിരോധിക്കുന്ന കാര്യത്തിൽ ഇവിടെ ഇരിക്കുന്ന ഒരു പാർട്ടിയുടെയോ ഒരു നേതാവിൻ്റെയോ സർട്ടിഫിക്കറ്റ് CPM-ന് വേണ്ടതില്ല. ഇതാണ് മൂന്നാമത്തെ പോയിന്റ്. നാലാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞത്, ഒരുപക്ഷെ അവർ പുറത്തുവിടാത്തതുകൊണ്ട് പറയുകയാണ്, ഇന്ത്യയിൽ BJP-യെയും RSS-നെയും പ്രതിരോധിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും പ്രത്യയശാസ്ത്രപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും അവരെ നേരിടാനുള്ള ആർജവം വേണം. ഇടയ്ക്കിടയ്ക്കുള്ള ഈ ഒത്തുകളികൾ ഒരു തരത്തിലും ഗുണകരമാവില്ല. ഇതേ വാക്കുകൾ തന്നെയാണ് ആ യോഗത്തിൽ പങ്കെടുത്ത സമാജ്വാദി പാർട്ടിയുടെ നേതാവ് അഖിലേഷ് യാദവിൽ നിന്നും തേജസ്വി യാദവിൽ നിന്നും അതുപോലെ തന്നെ NCPയുടെ നേതാവ് സുപ്രിയ സൂളയിൽ നിന്നും മറ്റനേകം നേതാക്കളിൽ നിന്നും വന്നത്. ഡി രാജ CPIയുടെ നേതാവ് ഇടയ്ക്ക് അദ്ദേഹത്തിനോട് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഇടതുപക്ഷത്വം ഇല്ലാതെ പോയി എന്നുള്ളൊരു ആരോപണം കേരളത്തിൽ വന്ന് ഉന്നയിച്ചത്? ഉടനെ രാഹുൽ ഗാന്ധി മറുപടിയായി പറഞ്ഞു, നിങ്ങളല്ലേ അദാനിയെ കേരളത്തിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളുടെ വസ്തുതകളൊക്കെ തെറ്റാണ്, ഫാക്ട്സ് ആർ റോങ്. അദാനിയെ കേരളത്തിലേക്ക് ആനയിച്ചത് UDF സർക്കാരാണ്. അദ്ദേഹം നിശബ്ദനായി. അപ്പോൾ കേവലം 5 മിനിറ്റ് മാത്രം ഇന്ത്യ ബ്ലോക്കിൻ്റെ നടപടിക്രമങ്ങൾ പുറത്തുവിട്ട് 95% പുറത്തുവിടാതിരിക്കുന്നത് ഗുണകരമല്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. സ്വാഭാവികമായിട്ടും ഈ 5% പുറത്തുവിട്ട സ്ഥിതിക്ക് ബാക്കിയുള്ളവരൊക്കെ എന്താണ് പറഞ്ഞതും കൂടി അറിയാനുള്ള കൗതുകം, താല്പര്യം ജനങ്ങൾക്കുണ്ടാവും. അപ്പോൾ തേജസ്വി യാദവ് എന്താണ് പറഞ്ഞത്, അഖിലേഷ് യാദവ് എന്താണ് പറഞ്ഞത്, ജോൺ ബ്രിട്ടാസ് എന്താണ് പറഞ്ഞത്, മറ്റ് പാർട്ടികൾ എന്താണ് പറഞ്ഞത്, അതൊക്കെ വരട്ടേന്ന്. ഇപ്പോൾ DMK ഈ ഇന്ത്യ ബ്ലോക്കിൽ നിന്ന് ആട്ടിപ്പായിക്കാനുള്ള കാരണം എന്താണെന്നുള്ള കാര്യം ഈ ലോകത്തുള്ള എല്ലാവർക്കും അറിയാം. 2 മന്ത്രിസ്ഥാനത്തിൻ്റെ പിന്നാലെ കോൺഗ്രസ്സുകാർ പാഞ്ഞു കിടന്നുകൊണ്ടല്ലേ അത് സംഭവിച്ചത്. അതുപോലെ തന്നെ നിതീഷ് കുമാർ ഇന്ത്യ ബ്ലോക്കിനോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ ഈ മൂന്നാമത്തെ ഒരു വരവ് മോഡിക്കുണ്ടാകുമായിരുന്നോ എന്ന് തേജസ്വി യാദവ് ഉൾപ്പെടെയുള്ള ആൾക്കാർ ചോദിച്ചു. തേജസ്വി യാദവാണ് യഥാർത്ഥത്തിൽ നിതീഷ് കുമാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എതിരാളിയായി ബീഹാർ പൊളിറ്റിക്സിലുള്ളത്. അദ്ദേഹം പോലും ചോദിച്ചു. അപ്പോൾ ഇതിനൊക്കെയുള്ള പ്രതികരണങ്ങൾ ഈ രൂപത്തിൽ വന്നു എന്നുള്ളത് സ്വാഭാവികമാണ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ പ്രതികരണത്തിലേക്ക് വഴിവെച്ച മറ്റ് പ്രതികരണങ്ങൾ കൂടി വരുന്നത് നന്നായിരിക്കും.